ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, ഞാൻ വീണാമ്മയുടെ കൂടെ പൊക്കോളാം. മോളെന്താ പറഞ്ഞേ? ഞാൻ പോവാതെ പറ്റുമോ അച്ഛാ? പോയ കാര്യം എന്താടാ? എടാ, വക്കീൽ എന്ത് പറഞ്ഞു? ഇവന്റെ എടാ എടാ, നീ കാര്യം എന്താന്ന് വെച്ചാ പറ ഹരി. അഡ്വക്കേറ്റിന്റെ അഭിപ്രായത്തില് കോടതിയിൽ ഇക്കാര്യം പോവാതിരിക്കുന്നതാ നല്ലതെന്നാ. പിന്നെങ്ങനെ? നമ്മൾ എത്ര ശ്രമിച്ചാലും അച്ഛനും അമ്മയും ഒന്നിച്ചപ്പുറത്ത് നിൽക്കുമ്പോ നമ്മുടെ വാദങ്ങൾക്കൊന്നും ശക്തി ഉണ്ടാവില്ലെന്ന് അഡ്വക്കേറ്റ് പറഞ്ഞത്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, ഇങ്ങനൊരു കോടതി വ്യവഹാരം ഉണ്ടായാൽ ഞാനും നിത്യയും തമ്മിലുള്ള വിവാഹത്തെ പറ്റിയും അതിന്റെ നിയമസാധുതയെ പറ്റിയൊക്കെ കോടതി ചോദ്യം ചെയ്യുമെന്ന്. അമ്മവ, കല്യാണം ഇവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തമ്മിൽ പിരിയേണ്ടി വന്നാലും. അതാണോ ഇപ്പൊ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഇവിടെ നമ്മൾ ആരൊരു വിട്ടുവീഴ്ച ചെയ്തിട്ട് യാതൊരു കാര്യമില്ല മോളെ. എടാ, അതെ, നിങ്ങൾ ഇവിടെ നിന്ന് പോയതിനു ശേഷമേ ഞാൻ നാട്ടിലൊരാളെ വിളിച്ചിരുന്നു. അയാള് വക്കീലൊന്നും അല്ല, പക്ഷെ ഒരു വക്കീലിന്റെ ഗുമസ്തന. അയാളും പറഞ്ഞത് ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാ. നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത് അമ്മാവ? എടാ മക്കളെ, ആലോചിക്കണം. എന്തൊക്കെയായാലും നമ്മുടെ ഹൃദയം തകർത്തിട്ട് മോളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂ. വീണയല്ലേ, അവളത് വളരെ സന്തോഷത്തോടെ തന്നെ ചെയ്യും. പലതവണ വീണ ശ്രമിച്ചു, എല്ലാ തവണയും നമ്മൾ അതിജീവിച്ചു. പക്ഷെ ഇനി ഹരി, തളർന്നു പോവരുത്. വഴി എന്താണെന്ന് എനിക്കറിയില്ല, പറഞ്ഞു തരാനും അറിയില്ല. പക്ഷേ തളർന്ന മനസ്സിന് നല്ലൊരു ചിന്ത പോലും ഉണ്ടാവില്ല. അതുകൊണ്ടാ പറഞ്ഞ. ഇനി ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ലടോ. ആദ്യമോ പോയപ്പോ താൻ അനുഭവിച്ചില്ലേ, അതേ വേദന ഇനി എനിക്ക് വേണ്ടിയും കരുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് സ്വീകരിച്ചാൽ മാത്രം മതി. എത്ര ദുഷ്ടത്തരങ്ങൾ ചെയ്തു കൂട്ടിയാലും പിന്നെയും പിന്നെയും പച്ചപിടിക്കുകയാണ്. പക്ഷെ ഇതൊന്നും പാടല്ല മോളെ. ദൈവം അവരോട് കണക്ക് ചോദിക്കുന്നൊരു ദിവസം വരും. ആ, കേസിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ, വിപിൻ വാ. ആ ആ ശരി, ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാം. ആ ഗുരു, ഒരമണിക്കൂർ കഴിഞ്ഞ് ഇങ്ങോട്ടൊന്ന് വന്നോളൂ. ഞാൻ ഓഫീസിലുണ്ടാവും. ഓക്കെ, ശരി. എന്താ മാഡം വരാൻ പറഞ്ഞത്? ജീവന്റെ കേസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ആണോ? ജീവന്റെ കേസ് നാളെയല്ലേ? അതിന് പ്രത്യേകിച്ച് മുന്നൊരുക്കങ്ങളൊന്നും നടത്താനില്ല. ഞാൻ പ്രിപ്പയർഡാ.
വീണയുടെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു. എന്തിന്? കല്യാണിയുടെ കാര്യം പറയാനാണോ? ആയിരിക്കാം. നാളെ ഒന്ന് കാണണമെന്നാ പറഞ്ഞത്. എന്താ കാര്യമൊന്നും മേഡം ചോദിച്ചില്ലേ? നാളെ കാണണമെന്ന് പറഞ്ഞ ഒരാളോട് അത്ര തിടുക്കത്തിലൊന്നും എനിക്ക് ചോദിക്കേണ്ടെന്ന് തോന്നി. മേഡം, എനിക്കൊരു സംശയമുണ്ട്. എന്താ? മേഡം ജീവന്റെ അച്ഛന്റെ ബന്ധുവല്ലേ? രഘുവിന്റെ. അപ്പോ മേഡത്തിനെ നാളെ അങ്ങോട്ട് വിളിപ്പിച്ചത് ആ രഘുവിനും സുജാതയ്ക്കും മേഡത്തിനോട് സംസാരിക്കാനാണെങ്കിലോ? അല്ല, അവർക്ക് മേഡത്തിനോട് നിർബന്ധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഉണ്ട്, ഡെഫിനറ്റ്ലി. അല്ല, ബന്ധുക്കള് പറയുമ്പോ മേഡം ഞങ്ങളുടെ കാര്യം മറക്കോ? മിസ്റ്റർ വിപിൻ, ഞാൻ എന്റെ പ്രൊഫഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷെ എന്റെ സഹപ്രവർത്തകരോട് ചോദിച്ചാ അവര് കൃത്യമായിട്ട് പറഞ്ഞു തരും. പണത്തിനും ബന്ധത്തിനും ഒക്കെ അപ്പുറത്താണ് നന്ദിത മഹാദേവൻ പറഞ്ഞ വാക്ക്. ഈ കേസിൽ ഞാൻ നിങ്ങളുടെ കൂടെയാണെന്നും നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി മാത്രമായിരിക്കും. എന്തായാലും നാളെ ജീവന്റെ കേസിനു വേണ്ടി സുജാതയും മറ്റുള്ളവരും ഒക്കെ കോടതിയിലെത്തുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ വീണയുടെ അച്ഛനെ പോയി കണ്ടോളാം. മാഡം, ആ സുജാതയെ വിസ്തരിക്കുമ്പോ മാഡത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരേ ഉത്തരം കൂടുതൽ കൂടുതൽ തവണ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ വീണ? സുജാതയെ ഞാനെന്തിനു പേടിക്കണം? മറിച്ച് നാളെ എന്റെ മുന്നിലെത്തുന്ന സുജാത പേടിക്കണം. കാരണം സുജാതയ്ക്ക് പകയില്ല, എനിക്കതുണ്ട്. നാളെ ഞാൻ കാത്തിരുന്ന ദിവസം, എന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സുജാത എത്തുന്ന ദിവസം. എന്താ മോളെ? അച്ഛാ, ഞാൻ വീണാമ്മയുടെ കൂടെ പൊക്കോളാം. മോളെന്താ പറഞ്ഞേ? ഞാൻ പോവാതെ പറ്റുമോ അച്ഛാ? അല്ലെങ്കിൽ അവരെന്നെ പിടിച്ചുകൊണ്ട് പോവില്ലേ? എന്നെ കോടതി കൊണ്ടുപോയി നിർത്തില്ലേ? മോളോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? എന്നോട് അപ്പൂപ്പൻ പറഞ്ഞതാ. അമ്മാവാ, അമ്മാവാ. അച്ഛാ, ഞാൻ കരയില്ല അച്ഛാ, സത്യമായിട്ടും കരയില്ല. അമ്മാവാ, നിത്യാമ്മേ, എവിടെ പോയി കിടക്കുന്നു? മധുരനോ